മിശിഹായിൽ സ്നേഹമുള്ളവരെ, മാലാഖമാരെ പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പലയിടത്തും പ്രതിപാദിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ എന്നീ ദൂതന്മാരുടെ പേരുകൾ പറഞ്ഞ് വിവരിച്ചിട്ടുമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യം സാക്ഷ്യപ്പെടുത്തുന്നു: ഇതാ, ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. നമ്മുടെ മുൻപിലും പുറകിലും സംരക്ഷകനായും വഴികാട്ടിയായും ഒരു മാലാഖ, ഒരു കൂട്ടുകാരൻ എന്ന പോലെ നമ്മോടൊപ്പമുണ്ട്. നാം പലപ്പോഴും ആ നിശബ്ദതയിലുള്ള സ്വരം കേൾക്കാതെ പോകുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും ഒരു കാവൽ ദൂതനുണ്ട്. ഇതിനുദാഹരണം നമുക്ക് ഈശോ തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-11 വാക്യങ്ങൾ. വഴിതെറ്റിപ്പോയ ആടിൻ്റെ ഉപമയാണ് ഈശോ അവിടെ വിവരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 വാക്യങ്ങൾ ഇപ്രകാരമാണ്: ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്കുകളിൽ നിന്ന് ഓരോ മനുഷ്യനും ഓരോ കാവൽ മാലാഖയുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ദൈവം അയച്ച ദൂതൻ നമ്മെ വഴികളിൽ കാത്തു സൂക്ഷിക്കും. മഹോന്നതനായ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ വിരുന്നിലേക്ക് നമ്മെ കൊണ്ടുവരും. നാം ഗർഭപാത്രത്തിൽ ഉരുവായ സമയം മുതൽ നമ്മുടെ മരണം വരെ ഭൂമിയിൽ നേർവഴി കാട്ടാൻ ഒരു കാവൽ ദൂതനെ നമുക്ക് നൽകുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യം. കരുണാമയനായ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ വിരുന്നിലേക്ക് നമ്മെ നയിക്കുവാൻ നമ്മുടെ കാവൽ മാലാഖയായി നാം ഈ ലോക ജീവിതത്തിൽ സഹകരിക്കണം. വിശുദ്ധ ബർണാദ് പറയുകയാണ്: പരിശുദ്ധ മാലാഖമാർ നിങ്ങളുടെ മിത്രങ്ങളായിരിക്കട്ടെ. നിങ്ങൾ എത്ര ദുർബലരും ദുഃഖിതരുമാണെങ്കിലും, എത്ര മഹാവിപത്തുകളാണ് നമ്മളെ വലയം ചെയ്യുന്നതെങ്കിലും, ഈ ദൃശ്യ രക്ഷകർത്താക്കളുടെ സംരക്ഷണയിൽ നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. വിശുദ്ധ ബർണാദ് പറയുന്നത് പോലെ നമ്മൾ ഒരു വലയത്തിനുള്ളിലാണ്. അതിൽ നിന്ന് എപ്പോഴാണോ നാം പുറത്തു പോകുന്നത്, അപ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്നു. ഈ അദൃശ്യ രക്ഷകർത്താക്കളുടെ സംരക്ഷണയിലായിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ബോധവൽക്കരണം നടത്തി തരുകയും പ്രാർത്ഥിക്കാൻ സഹായിക്കുകയും നല്ലത് തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുകയും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകലാതിരിക്കാൻ നമ്മെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. ജീവിതത്തിൽ ആരംഭം മുതൽ ഈ നിമിഷം വരെ നമ്മെ കാത്തുപാലിക്കുന്ന കാവൽ മാലാഖ നമ്മോടൊപ്പം ഉണ്ടോ ഇല്ലയോ എന്ന്. ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളിലും നമ്മെ സംരക്ഷിക്കുവാൻ, നന്മയിലൂടെ ചരിക്കുവാൻ, നല്ല വഴികൾ കാണിച്ചു തരുവാൻ ദൈവം നിയോഗിച്ച ഈ ദൈവദൂതൻ നമ്മോടൊപ്പം നിത്യവും ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലേക്ക് ഈ ദൈവദൂതന്മാരോടൊപ്പം സഞ്ചരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.